ഓൾ ദിസ് ഷിബിന യോമന്റെ വെൽക്കം ടു ഔട്ട് മേക്ക് ഇറ്റ് ഈസി. അപ്പോൾ +2 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇംപ്രൂവ്മെന്റ് എക്സാമും കൂടി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ. കാരണം ശരിയാണ്, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിലാണ് നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് രണ്ടും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പബ്ലിക് എക്സാമിന്റെ സമയത്ത് +2 പഠിക്കണോ, +1 പഠിക്കും, ഇംപ്രൂവ്മെന്റ് ഉള്ളത് മെയിൻ ആയിട്ട് നോക്കണോ, അതോ +2 എക്സാംസിനാണോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാം കൂടി ആലോചിച്ച് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വർഷം നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ളതും അതുപോലെ തന്നെ നിങ്ങൾ +2 എക്സാമിനുള്ളതും കൂടി ഒരുമിച്ച് കവർ ചെയ്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ടൈം ടേബിൾ ആണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ കഴിഞ്ഞ ടൈം ടേബിൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വെറുതെ ഈ ടൈം ടേബിൾ കണ്ടുപോയാൽ പോരാ, ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഐ സ്വെയർ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഇതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഇംപ്രൂവ്മെന്റ് എക്സാം ആയിക്കോട്ടെ, രണ്ടും വളരെ കോൺഫിഡന്റോടെ നിങ്ങൾക്ക് പോകാനും പറ്റും. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കി വെക്കാം. നിങ്ങളുടെ ഈ ഒരു ടൈം ടേബിൾ വരുന്ന ഒരു ഈവനിംഗ് തൊട്ടുള്ള ടൈം ടേബിൾ ആണ്. കാരണം ഇത് എല്ലാ ദിവസവും ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ആഫ്റ്റർ സ്കൂൾ ടൈം ടേബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. സ്കൂൾ വിട്ട് വന്ന് 4 മുതൽ 6 മണി വരെ നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ. ആ സമയത്ത് നിങ്ങൾ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട, ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ, നിങ്ങൾക്ക് പുറത്ത് പോയി കളിക്കാനും ഫോൺ കളിക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണത്. അപ്പോൾ 4 മുതൽ 6 മണി വരെ നിങ്ങൾക്ക് ബ്രേക്ക് ആണ്. പിന്നെ 6 to 6 നിങ്ങളുടെ പ്രെയർ ടൈം ആണ്. നിങ്ങൾക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുക. അപ്പോൾ 6 to 6 നിങ്ങളുടെ പ്രെയർ ടൈം ആണ് വരുന്നത്. പിന്നെ 6 മുതൽ 7 മണി വരെയുള്ള സമയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് നിങ്ങൾ ടെക്സ്റ്റും ബുക്കും കാര്യങ്ങളും എടുത്ത് പഠിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ എന്താക്കുക, യൂട്യൂബിൽ പോയി കാണുക. ജസ്റ്റ് 1/2 മണിക്കൂർ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അവിടെ ഫോൺ എടുത്തിട്ട് ഒരുപാട് നേരം ഇരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ 6 മുതൽ 7 മണി വരെയുള്ള 1/2 മണിക്കൂർ സമയത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുള്ള യൂട്യൂബ് വീഡിയോസ് കുറിച്ച് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെക്കുക. അത് കഴിഞ്ഞ് 7 മണി മുതൽ 9 മണി വരെയാണ് നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു 2 മണിക്കൂർ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ +2 സബ്ജക്ട്സ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പറയാണ്, പഠിക്കുക എന്ന് പറയാൻ നോട്ട് എഴുതലല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചുള്ള കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്ത് നോക്കി നോക്കുക. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ബൈഹാർട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകും, എഴുതി പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും, അതൊക്കെ പഠിക്കുക. ഈ സമയത്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഒന്നിനും നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു 7 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ +2 സബ്ജക്ട്സുകൾ പഠിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി തീർക്കുക. അത് കഴിഞ്ഞ് 9 to 9:30 നിങ്ങളുടെ ഡിന്നർ ടൈം ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക. പിന്നെ 9:30 to 10:30 1 മണിക്കൂറുള്ള സമയത്താണ് നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് സബ്ജക്ട് പഠിക്കേണ്ടത്. അത് ഓരോ ദിവസവും മാറ്റി മാറ്റി പഠിച്ചോളൂ. അല്ലെങ്കിൽ ഒരാഴ്ച മൊത്തം ഒരു സബ്ജക്ട് പഠിച്ച് അടുത്ത ആഴ്ച വേറെ സബ്ജക്ട്, അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു 9:30 മുതൽ 10:30 വരെയുള്ള 1 മണിക്കൂർ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാനുണ്ടാവും, പഠിക്കാനുണ്ടാവും, ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്താണോ നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി വിചാരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഈ 1 മണിക്കൂറിൽ ചെയ്ത് തീർക്കുക. ഓക്കെ, അപ്പോൾ ഡെയിലി ഈ ഒരു 1 മണിക്കൂർ തന്നെ ധാരാളമാണ് നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്ക് കറക്റ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ 9:30 മുതൽ 10:30 വരെയുള്ള സമയത്ത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞ് 10 മുതൽ 10:35 വരെ നിങ്ങൾ 1 മണിക്കൂറൊക്കെ ബ്രേക്ക് എടുത്തോളൂ. ഒന്ന് അവിടെ ഇവിടെ നടക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക എന്നൊക്കെ ചെയ്തിട്ട് ബ്രേക്ക് എടുക്കുക. പിന്നെ 10 മുതൽ 11 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ +2 വേണ്ടി പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കി നോക്കുക. നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിരുന്ന് എഴുതുക, അസൈൻമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വർക്കും അതുപോലെ തന്നെ റിവൈസും കൂടി ചെയ്യാനുള്ള സമയമാണ് 10 മുതൽ 11 മണി വരെയുള്ള സമയം. അത് +2 സബ്ജക്റ്റും +2 ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ 11 മണി മുതൽ 11:30 വരെയുള്ള സമയത്ത് നിങ്ങളുടെ +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിച്ച കാര്യങ്ങളും ഒന്നും കൂടി റിവൈസ് ചെയ്തിട്ട് മാത്രം കിടക്കുക. ഈ റിവൈസിങ് എന്താണ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചൊരു കാര്യം അത് റിവൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾ പഠിച്ച ഓക്കെ എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് വെച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ വിട്ടുപോകും. സോ എല്ലാ കാര്യങ്ങളും എന്ത് ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ, അത് ഏത് സമയത്താണെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ 10:30 വരെയുള്ള സമയത്ത് നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിച്ച കാര്യങ്ങളും പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. 10:30 നിങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അത് കഴിഞ്ഞ് മോർണിംഗ് ഒരു 6:30 എഴുന്നേറ്റിട്ട് 6 മുതൽ 7 മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ ഫ്രഷനപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് 7 മണി മുതൽ 8 മണി വരെയുള്ള സമയത്ത് നിങ്ങളുടെ +2 കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുക. +2ന് വേണ്ടി പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. എന്താണ് നിങ്ങൾ ഈ ഒരു ദിവസം ചെയ്യാൻ പോകണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ടും കൂടി നിൽക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ സ്വെയർ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനും വളരെ കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കാതെ ഒരു സൈഡിൽ മാറ്റി വെക്കുകയാണെങ്കിൽ എക്സാമിന്റെ സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിരിക്കും. ഏത് പഠിക്കണം, +1 വേണോ +2 വേണോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ സ്റ്റഡി അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ഓണാക്കാനും ആരും മറക്കണ്ട. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെന്ന് കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട.